രണ്ടാമത്തെ ശ്ലോകമാണ്. നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യാ രത്നോത്തം സാഭിരാമം വലയതമുദയശ്ചന്ദ്രകൈ പിഞ്ചജാലൈ മന്ദാരസ്രംനിവേദം തവ പൃഥുകവരീഭാരമാലോകയേഹം സ്നിഗ്ധശ്ചയദോർധ്വപുണ്ട്രാമവിച സുലളിതാം ഭാലഭാലേന്ദുവീഥിം. ഭഗവാന്റെ തിരുമുടിയുടെ പ്രത്യേകതയെക്കുറിച്ചിട്ട് പറയുന്നു. നീല നിറവും നീലയും കറുപ്പും കൂടിയിട്ടുള്ള നീണ്ട് ചുരുണ്ട് ഇടതൂർന്നിട്ടുള്ള മുടിയാണ്, അറ്റം ചുരുണ്ടിട്ടുള്ള മുടിയാണ് ഭഗവാന്. പിന്നെ ഭഗവാനെ പീലി തിരുമുടി വെച്ച് കെട്ടിയിട്ടുണ്ട്. ആ പീലി തിരുമുടിക്ക് ചുറ്റുമായിട്ട് വിശേഷപ്പെട്ട രത്നങ്ങളെ കൊണ്ടുള്ള ഒരു ഹാരം അതിന് ചുറ്റുമായിട്ട് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഭഗവാന്റെ ആ മന്ദാരമാലകൾ ഭഗവാന്റെ ആ തലമുടിയിൽ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ആ ഭഗവാന്റെ ആ മുടിയുടെ നെറ്റിത്തടത്തിനെ കുറിച്ച് വർണ്ണിക്കുന്നു. ആ നെറ്റിത്തടം പഞ്ചമചന്ദ്രനെ പോലെ ആണ് ജ്വലിക്കുന്ന നെറ്റിത്തടം ഭഗവാന്റെ. നെറ്റിത്തടത്തിൽ ഊർധ്വപുണ്ട്രം, അതായത് ഭഗവാന്റെ കളഭക്കുറി അതും ഊർധ്വപുണ്ട്രമായിട്ടുള്ള ഗോപിക്കുറി അതും ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഭഗവാന്റെ രൂപത്തിന്, അതായത് ഭഗവാനെ വർണ്ണിക്കുന്ന സമയത്ത് ആദ്യം ഭഗവാന്റെ തിരുമുടി മുതലാണ്, കേശാദിപാദം മുതൽ വർണ്ണിക്കുക എന്നൊരു സമ്പ്രദായമുണ്ട്. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഹരേ കൃഷ്ണ.